ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സർക്കാരിന്റെ തിരിച്ചടി. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണത്തിൽ ഉദ്യോഗസ്ഥ യോഗം വിളിക്കുവാൻ ദേവസ്വം മന്ത്രിക്ക് അനുമതിയില്ല. ശബരിമല തീർത്ഥാടനത്തിൽ ഇടപെടുവാൻ ദേവസ്വം മന്ത്രി വി.എൻ. വാസവന് അനുമതിയില്ല. സന്നിധാനത്തെ തിരക്കുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ യോഗം വിളിക്കുവാൻ ദേവസ്വം മന്ത്രിക്ക് അനുമതിയില്ല. ആവശ്യമെങ്കിൽ ഉദ്യോഗസ്ഥർ യോഗം ചേരണം. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനും മന്ത്രിക്ക് വിലക്കുണ്ട്. ഉദ്യോഗസ്ഥ യോഗം വിളിക്കുവാൻ അനുമതി തേടി വി.എൻ. വാസവൻ 2 ദിവസം മുൻപ് സമീപിച്ചെങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖാമൂലം ഇക്കാര്യം മന്ത്രിയെ അറിയിച്ചു. അതേസമയം ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ സംവിധാനം പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വ്യക്തമാക്കി. 12-13 മണിക്കൂർ ക്യൂ നിന്നാണ് പലരും ദർശനം നടത്തുന്നത്. തീർത്ഥാടനം പൂർത്തിയാക്കാതെയും നിരവധി പേർ മടങ്ങി. ദർശനം നടത്തിയ പലർക്കും 18ാം പടി ചവിട്ടാനായില്ലെന്ന അവസ്ഥയുമുണ്ട്. തിരക്ക് നിയന്ത്രിക്കുവാൻ ഒരു സംവിധാനവും ഒരുക്കാത്തതിനെ തുടർന്ന് ദർശനം കഴിഞ്ഞവർക്ക് നടപ്പന്തൽ വിട്ട് പുറത്തേക്ക് പോകാനാകാത്ത അവസ്ഥയാണ്. ഭക്തർക്ക് കുടിവെള്ളം നൽകുവാനുള്ള സംവിധാനം പോലും ഒരുക്കിയിട്ടില്ല. വി.ഡി. സതീശൻ പറഞ്ഞു. അനിയന്ത്രിത തിരക്ക്. ശബരിമലയിൽ ദർശന സമയം നീട്ടി. കുടിവെള്ളവും ഭക്ഷണവുമില്ല. നിലവിലെ സ്ഥിതി ഭയാനകമെന്ന് ദേവസ്വം ബോർഡ്. അനിയന്ത്രിത തിരക്ക്. ശബരിമലയിൽ ദർശന സമയം നീട്ടി. ഇന്നലെ 2 വരെ ദർശനം അനുവദിക്കുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പോലീസിന്റെ നിയന്ത്രണം പാളിയതോടെ 18ാം പടിക്ക് മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡും തീർത്ഥാടകർ മറികടന്നിരിക്കുന്ന സ്ഥിതിഗതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. 18ാം പടിക്ക് താഴെ തിരക്ക് അനിയന്ത്രിതം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലാണ്. പമ്പയിലെ നടപ്പന്തലും നിറഞ്ഞു കവിഞ്ഞു. നിലയ്ക്കലിൽ വൈകിട്ടോടെ 7 സ്പോട്ട് ബുക്കിംഗ് കൌണ്ടറുകൾ സ്ഥാപിക്കും. ശബരിമലയിലെ തിരക്ക് മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തത മൂലമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ. ജയകുമാർ. തിരക്ക് നിയന്ത്രിക്കുമെന്നും നിലവിലെ സ്ഥിതി ഭയാനകമാണെന്നും അദ്ദേഹം പറഞ്ഞു. പമ്പയിലേക്കുള്ള അയ്യപ്പ ഭക്തരുടെ വരവ് നിയന്ത്രിക്കുവാൻ പോലീസ് ചീഫ് ഓഫീസർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സ്പോട്ട് ബുക്കിംഗിന് പമ്പയിലേത് കൂടാതെ നിലയ്ക്കലിൽ 7 കൌണ്ടറുകൾ കൂടി സ്ഥാപിക്കും. മരക്കൂട്ടത്തെയും ശരംകുത്തിയിലെയും ക്യൂ കോംപ്ലക്സുകൾ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ ശ്രമിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. മാവോയിസ്റ്റുകൾക്ക് കനത്ത തിരിച്ചടി. നേതാവ് തിപ്പിരി തിരുപ്പതി എന്ന ദേവ്ജി ഉൾപ്പെടെ 31 പേർ പിടിയിൽ. സുരക്ഷാസേനയെ അഭിനന്ദിച്ച് മന്ത്രി അമിത് ഷാ. മാവോയിസ്റ്റുകൾക്ക് കനത്ത തിരിച്ചടി. ആന്ധ്രയിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് കമാൻഡർ ഉൾപ്പെടെ 6 പേരെ വധിച്ചതിന് പിന്നാലെ പ്രമുഖ മാവോയിസ്റ്റ് നേതാവ് ദേവ്ജി ഉൾപ്പെടെ 31 പേർ പിടിയിലായി. കൊല്ലപ്പെട്ടവരിൽ കേന്ദ്ര കമ്മിറ്റി അംഗവും 26ഓളം സായുധ ആക്രമണങ്ങളുടെ സൂത്രധാരനുമായ മാധ്വി ഹിഡ്മയും ഉൾപ്പെടുന്നുണ്ട്. സിപിഐ മാവോയിസ്റ്റിന്റെ PB അംഗമാണ് ദേവ്ജി. വിജയവാഡ, കൃഷ്ണ, ഏലൂരു, NTR ജില്ലകളിൽ നിന്നാണ് 31 മാവോയിസ്റ്റുകളെയും പിടികൂടിയിരിക്കുന്നത്. തിപ്പിരി തിരുപ്പതി എന്നാണ് ദേവ്ജി അറിയപ്പെടുന്നത്. നിലവിൽ ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ദേവ്ജി സിപിഐ മാവോയിസ്റ്റിന്റെ അവശേഷിക്കുന്ന 2 PB അംഗങ്ങളിൽ ഒരാളാണ്. മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. കൊച്ചിയിൽ 15കാരിയെ പീഡിപ്പിച്ച കേസിൽ നേവി ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. കൊച്ചിയിൽ 15കാരിയെ പീഡിപ്പിച്ച കേസിൽ നേവി ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. ഹരിയാന സ്വദേശി അമിത് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് താമസ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയായിരുന്നു പീഡിപ്പിച്ചത്. പെൺകുട്ടിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നേവി ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ സഹകരിക്കുമെന്നും വിഷയം അന്വേഷണ പരിധിയിലാണെന്നുമാണ് നേവി നൽകുന്ന വിശദീകരണം. പ്രതിയെ ഇന്ന് 5 മണിയോടുകൂടി ഹാജരാക്കുമെന്നാണ് കൊച്ചി ഹാർബർ പോലീസ് അറിയിച്ചിരിക്കുന്നത്. കൊടുവള്ളി നഗരസഭാ തിരഞ്ഞെടുപ്പ്. വിവാദ വ്യവസായി കാരാട്ട് ഫൈസൽ LDF സ്ഥാനാർത്ഥി. കോഴിക്കോട് നഗരസഭാ തിരഞ്ഞെടുപ്പിൽ വിവാദ വ്യവസായി കാരാട്ട് ഫൈസൽ LDF സ്ഥാനാർത്ഥിയാകും. നാഷണൽ ലീഗ് പ്രതിനിധിയായാണ് LDFന്റെ സ്ഥാനാർത്ഥിത്വം. മുൻപ് കാരാട്ട് ഫൈസൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചിരുന്നു. കൊടുവള്ളി നഗരസഭയുടെ 24ാം വാർഡിലാണ് കാരാട്ട് ഫൈസൽ മത്സരിക്കുന്നത്. 2020ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാരാട്ട് ഫൈസൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകുവാൻ തയ്യാറെടുത്തിരുന്നു എങ്കിലും CPIMന്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ഇയാളെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും മാറ്റുകയായിരുന്നു. പിന്നീട് ഫൈസൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ഫൈസലിനെതിരെ LDF OP റഷീദ് എന്ന നാഷണൽ ലീഗ് പ്രതിനിധിയെ നിർത്തുകയുമായിരുന്നു. എന്നാൽ ഈ പ്രതിനിധി ഒരു വോട്ട് പോലും നേടാൻ കഴിയാതെ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ ആ വാർഡ് ഉൾപ്പെടുന്ന CPIM ബ്രാഞ്ച് കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം.
ശബരിമല ദർശനം സ്പോട്ട് ബുക്കിംഗ് 20,000-ആയി നിജപ്പെടുത്തും. ശബരിമല ദർശനത്തിനായി ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് കണക്കിലെടുത്ത് ഒരു ദിവസത്തെ റിയൽ ടൈം ബുക്കിംഗ് സ്പോട്ട് ബുക്കിംഗ് 20,000 പേർക്ക് മാത്രമായി നിജപ്പെടുത്തും. കൂടുതലായി എത്തുന്നവർക്ക് അടുത്ത ദിവസം ദർശനത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തും. ഇതിനായി ഭക്തർക്ക് തങ്ങാൻ നിലയ്ക്കലിൽ സൌകര്യമൊരുക്കും. മരക്കൂട്ടം ശരംകുത്തി സന്നിധാന പാതയിലെ ക്യൂ കോംപ്ലക്സുകൾ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കും. ക്യൂ കോംപ്ലക്സിലെത്തി വിശ്രമിക്കുന്ന ഭക്തർക്ക് വരി നിൽക്കുന്നതിലെ മുൻഗണന നഷ്ടമാകില്ല. ക്യൂ കോംപ്ലക്സുകളിൽ കുടിവെള്ളത്തിന് ലഘുഭക്ഷണത്തിനു പുറമെ ചുക്ക് കാപ്പി കൂടി ലഭ്യമാകും. ഇതിനായി ഓരോ ക്യൂ കോംപ്ലക്സിലും അധികം ജീവനക്കാരെ നിയോഗിച്ചു. പമ്പയിലെത്തിക്കഴിഞ്ഞാൽ ശബരിമല ദർശനം പൂർത്തിയാക്കി നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഭക്തർക്ക് മടങ്ങിപ്പോകുവാൻ സാഹചര്യമൊരുക്കും. ഇതിനായി നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്കുള്ള പ്രവേശനം ക്രമീകരിക്കും. ക്യൂ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഭാഗത്ത് ഭക്തർക്ക് കുടിവെള്ളം ലഭിക്കുന്നതിന് തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ ഭക്തർക്ക് അരികിലേക്ക് കുടിവെള്ളം എത്തിച്ചു നൽകും. എരുമേലിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു. നിരവധി പേർക്ക് പരിക്ക്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞു. എരുമേലി കണമലയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. ബസ്സിലുണ്ടായിരുന്ന തീർത്ഥാടകർക്ക് പരിക്കേറ്റു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നു. ബസിന്റെ ബ്രേക്ക് പോയതാണ് അപകടത്തിന് കാരണം എന്നാണ് വിവരം. കർണാടകയിൽ നിന്നും ശബരിമലയിലേക്ക് പോവുകയായിരുന്ന 33 തീർത്ഥാടകർ ആണ് ബസ്സിലുണ്ടായിരുന്നത്. അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന അയ്യപ്പ ഭക്തർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരം അല്ലെന്നാണ് വിവരം. തിരുവനന്തപുരത്തും ശബരിമലയിൽ ദർശനം കഴിഞ്ഞ് മടങ്ങിപ്പോവുകയായിരുന്ന തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം നിയന്ത്രണം വിട്ട് അപകടമുണ്ടായിരുന്നു. ശബരിമല തീർത്ഥാടനത്തിന് ശേഷം തിരിച്ചുവരുന്നതിനിടെയാണ് വാഹനം മറിഞ്ഞത്. ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് വെച്ച് വാഹനം തെന്നി മാറുകയായിരുന്നു. തുടർന്ന് തല കീഴായി മറിഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്നവരെ ആശുപത്രികളിലേക്ക് മാറ്റി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.